എല്ലാ പ്രിയ കൂട്ടുകാർക്കും ലോക പുസ്തക ദിനാശംസകൾ. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി യുനെസ്കോ ആചരിക്കുന്നു. പ്രധാന ലക്ഷ്യം വായനാശീലം വളർത്തുക, എഴുത്തുകാരെയും പുസ്തകങ്ങളെയും ആദരിക്കുക, അറിവ് എല്ലാവരിലും എത്തിക്കുക. എന്തുകൊണ്ട് ഏപ്രിൽ 23 തിരഞ്ഞെടുത്തു? 1616 ഷേക്സ്പിയർ, സെർവാൻറ്റസ് തുടങ്ങിയ മഹാനായ എഴുത്തുകാർ അന്തരിച്ച ദിവസമാണിത്. അവരുടെ ഓർമ്മയ്ക്കായാണ് ഈ തീയതി തിരഞ്ഞെടുക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത, ഈ ദിവസം പകർപ്പവകാശ ദിനം കൂടിയാണ്. ഒപ്പം ഓരോ വർഷവും ഒരു നഗരത്തെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിക്കും. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. ഈ പുസ്തക ദിനത്തിൽ നമുക്കും ഒരു പുസ്തകം കയ്യിലെടുക്കാം. MTയുടെ മഞ്ഞിൽ നിന്നും. നിറം മങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്നു. തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞു കിടക്കുന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിൻ്റെ അരയന്ന തല തൻ്റെ ചുവട്ടിലേക്കടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നോക്കി. മഞ്ഞപ്പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. അവൻ താഴെ തോണിയടുപ്പിച്ച്, സീസൺ എത്ര വേഗം കഴിഞ്ഞു മേം സാബ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു. ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മേം സാബ്? അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു. ആ, അടുത്ത കൊല്ലം. മേം സാബ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൾ നിറമുള്ള കനത്ത കുപ്പായത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു കുറച്ചുറക്കെ ചോദിച്ചു. വരാതിരിക്കില്ല അല്ലേ മേം സാബ്? അവൾ തലകുലുക്കി. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല. ഇലഞ്ഞിപ്പൂക്കൾ. രചന ഷഹീൻ എസ്. രുദ്രവീണയിൽ നിന്നും. ഈ പാതിരായ്ക്ക് ആരാണാവോ ഫോൺ വിളിക്കുന്നത്? ഉറക്കത്തിൻ്റെ ചടവ് വിട്ടുമാറിയിട്ടില്ല. വല്ലാത്ത ക്ഷീണം. രാജലക്ഷ്മി ടീച്ചർ മൊബൈൽ എടുത്തു. ആരാവും? ഓ, അനുപമയാണല്ലോ. ഹലോ രാജലക്ഷ്മി. ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ടീച്ചർ, ഇത് ഞാനാണ്, അനുപമ. ഹാ, മനസ്സിലായി. നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, മനസ്സിൽ പറഞ്ഞു. രാജിക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. രാജിയുടെ മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയേട്ടനെ കണ്ടപ്പോൾ തൻ്റെ പഴയ കാലത്തെ ഉണ്ണിയേട്ടനെപ്പോൾ തോന്നി. തറവാട്ടിലെ കുട്ടികൾ കളിയാക്കുമ്പോൾ ഓടിപ്പോയി